എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ചാനലിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ബാക്കി ഞാൻ അവസാനം പറയാം. നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. അതാണല്ലോ വിഷയം. ഇത് കണ്ടിട്ടാണല്ലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവനെ തള്ളണോ കൊള്ളണോ എന്ന് നിശ്ചയിക്കേണ്ടത് മനസ്സിൽ. ഓക്കെ, തള്ളിയാലും കുഴപ്പമില്ല, കൊണ്ടാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ കഥയിലേക്ക് കിടക്കാം, സംഭവത്തിലേക്ക് കിടക്കാം. നിങ്ങളൊക്കെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ് ഞാനിന്ന് പറയാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീരജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, 28 വയസ്സായിട്ടുള്ള ആ ചെറുപ്പക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. മാസം 10-60,000 രൂപ ശമ്പളമുള്ള ജോലി. അതുമല്ല, സ്വന്തമായിട്ട് അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ലാൻഡ് ഉണ്ട്, ഒരു വാടകയ്ക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലാൻഡ് പൈസയുണ്ട്. അച്ഛനമ്മയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസക്കാരനായ ഏക മകനാണ് ഈ നീരജ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനമ്മയും കൂടിയിട്ട് ഒരു നല്ലൊരു വിവാഹം വേണം, നല്ലൊരു പെൺകുട്ടീനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തിയത് മനീഷ എന്ന് പറഞ്ഞ അതിസുന്ദരിയായുള്ളൊരു പെൺകുട്ടിയുടെ അടുത്താണ്. നല്ല ഭംഗിയുള്ള കുട്ടി, എന്നാൽ വലിയ സാമ്പത്തികവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല കുട്ടി. ഇവനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണം കഴിച്ചു. ഇവൻ അതിൻ്റെ അവിടുന്ന് അച്ഛനമ്മയൊരു വീട്ടിൽ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലം വാങ്ങിച്ചു. ഇവരെ ലാൻഡ് തന്നെ ഉണ്ട്. ആ ലാൻഡിൽ വലിയൊരു വീട് വെച്ചു, ബംഗ്ലാവ് പോലൊരു വീട് വെച്ചു. ഈ മനുഷ്യയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഇവനേ ജീവൻ, ഇവനേ സ്വർഗം, ഇവനും കവിഞ്ഞ് വേറൊരു പുരുഷൻ വേണ്ട നമുക്ക്. ഒരു പുരുഷനെ സ്വപ്നത്തിൽ പോലും, അതുപോലെ തന്നെ കണ്ണുകൾ കൊണ്ട് പോലും ഒരു പുരുഷനെ ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ ആ കുട്ടിക്ക് കഴിയില്ല. അത്ര ഈ നമ്മുടെ നീരജനെ അവൾ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് നല്ല ഓമനയായുള്ള ഒരു കുട്ടിയും പറഞ്ഞു. കുട്ടിക്ക് 1 വയസ്സ് ആയി. അങ്ങനെ അവരെ കുടുംബജീവിതം വളരെ സുഗമമായി, വളരെ ഭംഗിയായി, ആഹ്ലാദകരമായിട്ട്. ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടിയ പോലെയാണ്. സൂരജനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരനാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല സ്വഭാവമാണ്. എല്ലാം കൊണ്ടും സാമ്പത്തിക ഇഷ്ടം പോലെ, അതുപോലെ ഒരു പൊന്നോമനെ കിട്ടി. ഇതിനെല്ലാം കൂടിയിട്ട് ദൈവം ഒരു സന്തുഷ്ട കുടുംബത്തിന് എന്തെല്ലാം കൊടുക്കും അതെല്ലാം കൊടുത്ത നല്ലൊരു ജീവിതം നമ്മുടെ മനീഷയ്ക്കും കിട്ടി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ 2024 ജനുവരി 7 ഒരു സംഭവം ഉണ്ടായ ഒരു ജീവിതത്തിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുലർച്ചെ 3 മണിക്ക് ഇവരെ വീട്ടിലേക്ക് ഒരു 4-5 പേര് കള്ളന്മാർ മുഖംമൂടി ഇട്ടിട്ട് കള്ളന്മാർ വന്നു. ആ കള്ളന്മാർ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂരജനെ അടിച്ചു വീഴ്ത്തി, അതുപോലെ തന്നെ മനീഷനെ അടിച്ചു വീഴ്ത്തി. എന്തിന്? ആ 1 വയസ്സായ കുട്ടീനെ പോലും അടിച്ചു വീഴ്ത്തി എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വർണം, ഒരു 50 പവൻ സ്വർണം ഉണ്ടായിരുന്നു. 50 പവൻ സ്വർണം, ഒരു 25 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. ആ 25 ലക്ഷം രൂപയും എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് അവർ പോയി. അപ്പോഴേക്കും സൂരജ് അവർ പോകുമ്പോൾ ഒരു 4 മണിക്കായി, പുലർച്ചെ കഴിഞ്ഞു. അപ്പോഴേക്കും സൂരജ് എല്ലാവരും വിളിച്ചു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, ഒരു ബന്ധുക്കാരെ വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഇതേവിടെ എന്നെ വന്നിട്ട് നിങ്ങൾ തല്ലി വന്നു, പിന്നെ അച്ഛൻ്റെ ഭയങ്കര പരിക്കാണ്. നോക്കിയപ്പോൾ എൻ്റെ ഈ മനീഷയും ആ കുട്ടി മരിച്ചു. ഇവന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം മൊത്തം പരിക്ക്, തലയ്ക്ക് പരിക്ക്, ആകെ എല്ലാവരും കൂടി ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഓക്സിജൻ കൊടുത്തിട്ടാണ് ആൾ കിടക്കുന്നത്. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പോലീസ് വന്ന് അന്വേഷണം തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇവിടെ സംഭവിച്ചതിൻ്റെ കാരണം എന്താണ്, ഇതെല്ലാവർക്കും അറിയണമായിരുന്നു. പക്ഷേ എത്ര നോക്കിയിട്ടും അവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇല്ല. അതുപോലെ തന്നെ CCTVയിൽ, അവിടുത്തെ എല്ലാ വീടുകളിലും CCTV ഉണ്ട്. അവിടെയൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ ഒന്നും ഇങ്ങനെ ഒരു 5 പേര് ഇവിടെ വന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൻ്റെ യാതൊരു ഈ വിഷ്വൽസും ഇല്ല. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നു? ഒരു രക്ഷപ്പിന് ഇത് സൂരജനത് ചെയ്തതെന്ന് പറയാനായിട്ട് യാതൊരു തെളിവുമില്ല. കാരണം എന്താ വെച്ചാൽ, സൂരജെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മൂപ്പര് കിടക്കുന്നത്. അത്രയധികം പരിക്കാറ്റ മൂപ്പര് കിടക്കുന്നത്. പിന്നെ മൂപ്പരോടൊന്ന് ചോദ്യം ചെയ്യാൻ വരെ മൂപ്പർക്ക് പറ്റാത്തൊരു സ്ഥിതിയിലാണ് മൂപ്പര് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ സൂചനകൾ കിട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ്റെ ഓഫീസിൽ ഈ സൂരജിന് ഏതോ ഒരു രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ട് ചെറിയൊരു അടുപ്പുണ്ട്. രേഷ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച് സിംഗിളായിട്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ഫോക്കസ് ചെയ്ത ടൈപ്പിൻ്റെ അന്വേഷണം അവളെ ചോദ്യം ചെയ്തു.
അപ്പോഴൊന്നും നമ്മുടെ സൂരജിന് അല്ല നമ്മുടെ നീരജിന് ബോധം വന്നിട്ടില്ല, സംസാരിക്കാറായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇവള് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നീരജും തമ്മിൽ സ്നേഹത്തിലാണ്. പക്ഷേ ആ സ്നേഹം ഒരിക്കലും ഒരു ഭാര്യനെ കൊല്ലാനോ ഈ ഒന്നും അറിയാത്ത ഈ കുട്ടീനെ കൊല്ലാനോ ഒരു കാരണവശാലും അതിനൊന്നും എനിക്ക് കൂട്ടുവെക്കാൻ പറ്റില്ല. ഞാനതൊന്നും ചെയ്യൂല, എനിക്കറിയൂല എന്നാണ് അവൾ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത്. പക്ഷെ അവളെ പല പ്രാവശ്യം രാത്രിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ അന്വേഷണം വീണ്ടും നമ്മുടെ നീരജിൻ്റെ മേളിലേക്ക് തന്നെയാണ് വരുന്നത്. എല്ലാ കൈകളും എല്ലാ സംശയങ്ങളും നീരജിൻ്റെ മേളിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെ നീരജിനെ പരിശോധിക്കുന്ന ഡോക്ടറോട് പറഞ്ഞു, എന്താണ് ഇപ്പോൾ നീരജിൻ്റെ സ്ഥിതി, ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം, അതിനിപ്പോൾ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീരജ് പറയണത് എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്നാണ് പറയണത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് നമ്മൾ വെന്റിലേറ്റർ കൊടുത്തിട്ടുണ്ട്, ശ്വാസം വിടാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആൾ ശ്വാസം കിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ പോലീസുകാർ വിചാരിച്ചാൽ ഇത് അഭിനയമാണോ എന്നാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. അഭിനയമാവാം, പറയാൻ പറ്റില്ല നമുക്ക്. ഇത് ചെറിയൊരു ഞങ്ങൾക്കും പല ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കേസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചോദ്യം ചെയ്തോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ. അങ്ങനെ ഉടനടി ഇവനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് യാതൊരു ബന്ധമില്ല, എൻ്റെ കൊച്ചുകുട്ടീനെ, എൻ്റെ മോളെ ഞാൻ കൊന്നു എന്നാണ് പറയണത്. അതും അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് രേഷ്മയായിട്ടുള്ള ബന്ധം അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് രേഷ്മയായിട്ട് ബന്ധമുണ്ട്, ശരി, സമ്മതിച്ചു. അതെൻ്റെ ഭാര്യയ്ക്കും കൂടി അറിയുന്നൊരു ബന്ധമാണ്. അവൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് അവരെ വീട്ടിൽ പോകാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന സാഹചര്യമാണ്. അങ്ങനെ ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായുള്ള രീതി പോലെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൈവോഴ്സ് ഇട്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാമല്ലോ. അതിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം 1 വയസ്സായ മകളെ ഞാൻ കൊല്ലണോ? എൻ്റെ ഭാര്യനെ കൊല്ലണോ? എനിക്കൊരു ഡൈവോഴ്സ് ചെയ്താൽ പോരെ? എന്താ നിങ്ങൾ ഈ പറയണത്? പോലീസുകാർ പറയുമ്പോൾ പോലീസുകാർക്ക് ഇപ്പം പറഞ്ഞതിൽ ന്യായമുണ്ട്. കാരണം എന്താണ്? ഇവന് കൊല്ലേണ്ട കാര്യമില്ല. അവളായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ ഭാര്യനെ കൊന്നിട്ട് അവളെ പോയി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ പോലീസ് പിന്നെ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരൊറ്റ നിങ്ങൾ 5 പേര് വന്നിട്ടാണ് മുഖംമൂടി വെച്ചിട്ടുള്ള തല്ലി ഈ നിലയ്ക്ക് ആക്കി എന്ന് പറയുന്നത്. ഇവിടെ ഒരാളുടെ ഫിംഗർ പ്രിൻ്റ് ഇല്ല, ഒരാളുടെ ഇവിടെ ഒരാൾ കയറിയനോ ചെയ്തതിനോ ഒന്നും ഒരു തെളിവില്ല. ഇവിടെ അടുത്തുള്ള CCTVയിലൊന്നും ഇങ്ങനെ ഒരു 5 പേര് ഇവിടെ വന്നു എന്നുള്ളതിന് ഒരു വിഷ്വൽസും ഇല്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ മൂപ്പർക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് ആൻസർ ഇല്ലാണ്ടായപ്പോൾ പോലീസിൻ്റെ വിധത്തിൽ പോലീസിൻ്റെ സ്വഭാവം മാറി, പോലീസിൻ്റെ ചോദ്യം ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ഘട്ടങ്ങൾ തുടങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ അടിച്ചു ചെയ്തും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ അല്ലെങ്കിൽ പരിക്ക് പറ്റിയിരിക്കുക. ഇനി പോലീസ് അടിച്ചിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് പോലീസ് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് പറയിക്കും വേണം, അതേ സ്ഥാനത്ത് കേസ് അന്വേഷണത്തോടെ വഴിമുട്ടാനും പാടില്ല. അപ്പോൾ ഇവനെ പറയിക്കാനായിട്ട് ഒറ്റ ഇതാ അവർ ചെയ്തുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചീർക്കിലി കൊണ്ടുവന്നിട്ട് അവൻ്റെ ലിംഗത്തിൻ്റെ ഉള്ളിലൂടെ കയറ്റാനുള്ള ഉദ്ദേശത്തിൽ ലിംഗത്തിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് പച്ചീർക്കിലിട്ട് കുത്തി കയറ്റാൻ നിൽക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഞാൻ പറയാം, ഉണ്ടായതൊക്കെ ഞാൻ പറയാം. ഈ രേഷ്മയായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങൾ ദിവസം എൻ്റെ വീട്ടിൽ വഴക്കാണ്. ഇവളെന്നും എൻ്റെ ഇവിടെ വഴക്കൂടും. ഇവള് പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടീനെ എടുത്ത് നിങ്ങളിനി ഈ ബന്ധം തുടർന്നാൽ ഞാൻ എൻ്റെ കുട്ടിയും കൂടി കിണറ്റിൽ ചാടി മരിക്കും, കടലിൽ ചാടി മരിക്കും എന്നൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എവിടെയും ചാടി മരിക്കണ്ട, ഞാൻ തന്നെ നിന്നെ കൊന്നുതരാം എന്ന് പറഞ്ഞിട്ട് ഇവള് കടലിൽ ചാടി മരിക്കും, കിണറ്റിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞാൽ ഇവളൊന്നും ചെയ്യൂല. ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വഴക്കും തിരക്കും ബഹളമാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വഴക്ക് നടന്നു. ഇവൻ ഈ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ട് അവിടെ ഇവളെന്തോ പറഞ്ഞപ്പോൾ ഒരു പിടിക്കാണ്ടായി. അങ്ങനെ നീരജ് ഈ ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ട് അവളെ തലയ്ക്ക് അടിച്ചോട് കൂടിയിട്ട് അവൾ മറിഞ്ഞു വീഴണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൾ മരിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവൻ പറഞ്ഞത് ഇരുമ്പ് പൊടി കൊണ്ട് തലയ്ക്ക് അടിച്ചു എന്നാണ്. ഈ 5 പേര് മുഖംപൊടിയുള്ള ആൾക്കാർ വന്നിട്ട് ഇരുമ്പ് പൊടി കൊണ്ട് ഉള്ള തലയ്ക്ക് അടിച്ചു എന്നാണ് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തോണ്ടാണ് അടിച്ചു പോകുന്നത്. ഈ 2 വ്യത്യസ്ത ഇവർ പറഞ്ഞതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് പല തെളിവുകളും വേറെയും കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടി മരിച്ച ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കഴുത്ത് ഞെരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്.
ഇവൾ അടി കിട്ടി വന്ന് വീണോട് കൂടിയിട്ട് ഈ ബെഡിൽ കിടന്ന കുട്ടി അമ്മേ, ഒരു വയസ്സായ കുട്ടി അമ്മേ എന്ന് പറഞ്ഞിട്ട് ഈ അടിക്കിന് കണ്ടിട്ട് അമ്മേ എന്ന് പറഞ്ഞിട്ട് ഈ കിടാവ് കിടന്ന് കരഞ്ഞപ്പോൾ അപ്പോഴത്തെ ആ ദേഷ്യം കൊണ്ടും ആ വൈരാഗ്യം കൊണ്ടും നമ്മുടെ നീരജിൻ്റെ ആ മൃഗീയത അപ്പോഴും ഇവനെ ആ ഒരു പിശാശി പിടിച്ച ആ സമയം അവന് വിട്ടുപോയിട്ടില്ല. അവ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടീനെ തന്നെ കഴുത്ത് പിടിച്ച് കൊല്ലുകയും ചെയ്തത്. അങ്ങനെയാണ് ഇതൊക്കെ നടന്നത്. പിന്നെ ഉണ്ടാകുന്നതെല്ലാം അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ്. എല്ലാ കാര്യങ്ങളും 5 പേര് വന്നു, അന്നെ അടിച്ചു, മറ്റവരടിച്ചു, ഇവൻ തന്നെ ഇവന് പരിക്കുകൾ ഉണ്ടാക്കിയിട്ട് ഇവൻ ആൾക്കാരെ വിളിച്ചു, പോലീസിനെ വിളിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതെല്ലാം തെളിഞ്ഞു. എന്നിട്ട് ആ കേസ് ഇപ്പോൾ വിധിയായി. ജീവപര്യന്തം, ഡബിൾ ജീവപര്യന്തമാണ് അവന് ശിക്ഷിച്ച പോകുന്നത്. ആ ഡബിൾ ജീവപര്യന്തം ശിക്ഷിച്ച് ഇപ്പോൾ മൂപ്പര് ജീവപര്യന്തം തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇതിൽ യാതൊരു കണക്ഷനും ഇല്ല, ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യും എന്നുള്ള ഒരു അറിവില്ലാത്തതാണ് രേഷ്മയ്ക്ക്. രേഷ്മ അങ്ങനെ ഈ കേസിൽ നിന്ന് രേഷ്മേനെ ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഇതൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു ക്രൂര പ്രവൃത്തി ഇദ്ദേഹം ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ അവൾ പറഞ്ഞ സത്യമാണ്. ഇങ്ങനെ 2 പേരെ കൊന്നിട്ടൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ കാര്യമൊന്നും അവനില്ല. ഞങ്ങളങ്ങനെ സ്നേഹമുണ്ട്, എനിക്ക് ഭർത്താവില്ല, അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുണ്ടാകുന്നുള്ളൂ എന്ന് വ്യക്തമായിട്ട് അവളും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, നമ്മൾ കാമത്തിന് വേണ്ടി, ഒരു സ്ത്രീയുടെ കാമത്തിന് വേണ്ടിയിട്ട്, ഒരു ഈ സ്ത്രീയുടെ കിട്ടാത്തതിൽ ഈ സ്ത്രീക്ക് ഇല്ലാത്തത് എന്താണ് അവിടെയുള്ളത്? എല്ലാ സ്ത്രീകളും തന്നെയല്ലേ, എല്ലാ അവയവങ്ങളും ഒരുപോലെ തന്നെയല്ലേ. ചില വലിപ്പ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നല്ലാണ്ട് വേറെ എല്ലാം കറക്റ്റ് തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് വിട്ട് അങ്ങോട്ട് പോയി അതിന് ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട് വേണമായിരുന്നോ? വേണ്ടെങ്കിൽ ആ കുട്ടീനെ കൊണ്ടുപോയി ഡൈവോഴ്സ് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ. ഈ വഴക്കിനും വയ്യാവലിക്കും ദേഷ്യം വരാനും, ദേഷ്യം വന്ന് ഇതുപോലെയുള്ള അപകടങ്ങൾ ചെയ്യാനും, ജയിലിലാവാനും, ജീവിതം മുഴുവൻ തൊലയ്ക്കാനും നിൽക്കേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നാളെ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.